ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് രാവിലെ വരാനുള്ള കാരണം, ഇന്ന് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ പോയി തുടങ്ങിയപ്പോൾ രാവിലെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. സ്കൂളിൽ പോകുന്ന എൻ്റെ കുഞ്ഞിലെ ചെറുപ്പകാലം ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്ത് പോയി. സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പോയെന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ, 7 വയസ്സിലാണ് എന്നെ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ സ്കൂളില്ല, 6 കിലോമീറ്റർ നടന്നിട്ട് വേണം ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട്. അന്നേരം 5 വയസ്സിലൊന്നും ഞങ്ങളെ കൊണ്ട് ചേർത്താൽ ഞങ്ങൾക്കൊന്നും അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ 7ാമത്തെ വയസ്സിലാണ് എന്നെ ചേർക്കുന്നത്. അതുപോലെ 8, 9, 10 വയസ്സായിട്ട് 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്, ഞാൻ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നവരെ എന്നെ ഒരു 74 ആയിരിക്കണം സ്കൂളിൽ ചേർത്തേക്കുന്നത്. 74, 75 കൂട്ടിക്കും, 75 അതെനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ലല്ലോ. 75 ആകണം എന്തായാലും, എൻ്റെ പ്രായം വെച്ചിട്ട് ഇനി 75 സ്കൂളിൽ ചേർത്തത്. അപ്പോൾ ഈ 75 ഞങ്ങൾ ഒരു 6 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. ഈ 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു വി ആകൃതിയിലാണ്. ശരിക്കും വി എങ്ങനെ എഴുതുന്നോ അതേപോലെ ഇരിക്കും ഞങ്ങളുടെ 2 മലകൾ തമ്മിലുള്ള ദൂരം. ഞങ്ങളുടെ വീട് ഈ റോഡുമായിട്ട് ഓപ്പോസിറ്റ് മലയിലാണ് റോഡുള്ളത്. ആ റോഡുമായിട്ട് ഇങ്ങനെ നേരെ വരും. അപ്പം നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീട് എൻ്റെ കൂടെ ഒക്കെ പഠിച്ചൊരു ഒരു ചെറുക്കൻ്റെ, അത് അങ്ങനെ പറയാം, അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറയുന്നത്, ഒരു ചെറുക്കൻ്റെ, കുട്ടായി എന്ന് അവനെ വിളിക്കുന്നത്, സുകുമാരൻ എന്നാണ് അവൻ്റെ പേര്. അവനുണ്ട്, അവൻ്റെ ചേച്ചിയുണ്ട്, അവൻ അനിയനുണ്ട്. ഇവരൊക്കെ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പിന്നീട് അങ്ങ് പോകുന്നത്. പക്ഷെ 1ാം ക്ലാസ്സിൽ എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് അവൻ്റെ ചേച്ചിയുടെ കൂടെയും അവരുടെ ഒരു ബന്ധുവിൻ്റെ ചേച്ചിയുടെ കൂടെയൊക്കെ പോകുന്നത്. പിന്നെ അന്ന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന പിള്ളേർ ആരൊക്കെയാണെന്നുള്ള ഓർമ്മ ഉണ്ട്. കുട്ടായി ഉണ്ടാവണം എന്തായാലും, പിന്നെ ജെസ്സി, അതേപോലെയുള്ള കുറച്ച് പേരൊക്കെ വേറെ ഉണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ. അന്ന് ആരൊക്കെയാണെന്നൊന്നും ശരിക്കും പറഞ്ഞ് എല്ലാവരെയും എനിക്ക് നല്ല ഓർമ്മയില്ല. ഈ ചേച്ചിമാരെയാണ് ഓർമ്മ, അവരാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ വി ആകൃതിയിലാണ്. ശരിക്കും ഒരു വി എഴുതുന്ന അകലെ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ ചെല്ലുന്നത് ഒരു തോടാണ്, ഒരുമാതിരി വലിയൊരു തോട്. ആ തോട്ടിൽ നിന്ന് കയറിയിട്ട് പിന്നെ അതേപോലെ ആ മലയുടെ മുകളിലേക്ക് കയറണം. അപ്പോൾ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ ഉണ്ടാവണം. അപ്പോൾ അത് തന്നെ ഈ ഒരു ഇറക്കവും ഒരു കയറ്റവും തന്നെ 1 കിലോമീറ്റർ ആയി കേട്ടോ. പിന്നെയും 5 കിലോമീറ്റർ ഞങ്ങൾ നടക്കണം സ്കൂളിലെത്താനായിട്ട്. ഈ തോട്ടിൽ പാലം ഉണ്ടാവും മഴക്കാലമാകുമ്പോൾ. ഈ തോട് ഞങ്ങളെ തോട് കടത്തി അപ്പുറത്ത് വിടും. അപ്പോൾ അവിടുന്ന് കയറിപ്പോവും, ഈ 1 കിലോമീറ്റർ മുകളിലേക്ക് കയറിപ്പോവും. കമുകും തോട്ടമൊക്കെ, അത് ആ പറമ്പ് കമുകും തോട്ടം, മരങ്ങളും കമുകും തോട്ടമൊക്കെ കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ തന്നെ കയറിപ്പോവും. അന്ന് ഞാൻ ഒറ്റയ്ക്ക് കയറി പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ചേച്ചിമാരവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ സ്കൂളിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ തോട്ടപ്പുഴു, ഞങ്ങളുടെ നാട്ടിൽ തോട്ടപ്പുഴു ഉണ്ട്. ഒരു മഴ അങ്ങ് പെയ്താൽ മതി, അപ്പോൾ ഈ പുഴു ആകും, ചപ്പിൻ്റെ ഇടയിൽ ഈ പുഴു വരും. അപ്പോൾ അത് നമ്മുടെ മേത്തൂടെ കയറി, കാലക്കൂടെയൊക്കെ കയറി ഇങ്ങനെ ദേഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ കയറി കടിച്ചു പിടിച്ചിരിക്കും. കാലിലൊക്കെ ആയിരിക്കും യാകും, തൊടയിൽ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ കടിച്ചിരിക്കും. നമ്മൾ അറിയില്ല. പിന്നീട് ഇവർ ഈ ചോരയൊക്കെ കുടിച്ച് നിറഞ്ഞ് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അത് കഴിയുമ്പോൾ നമ്മൾ കാലിൽ കൂടെ ചോര ഒഴുകുന്നുണ്ടാവും. നമ്മൾ അന്നേരമാണ് ഈ സംഭവം അറിയുന്നത്. ചില സമയം നോക്കുമ്പോൾ കാണാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കടിച്ചു പിടിച്ചിരിക്കുന്നതിനെ കളയണമെങ്കിൽ ഉപ്പുനീരൊഴിക്കണം. ഉപ്പുനീര് ഒഴിച്ചാൽ അത് തന്നെ നമ്മുടെ കാലയിൽ നിന്ന് വിട്ടുപോക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ 7 വയസ്സുള്ള സമയം എന്ന് പറയുമ്പോൾ എൻ്റെ കാലിൽ നിറയെ കരപ്പൻ എന്ന് പറയുന്ന ചൊറിയാണ്. അത് വലിയ വട്ടത്തിൽ വരുന്ന സാധനം, പഴുത്ത് വലുതായി വരുന്നൊരു ചൊറിയുണ്ട്. 12 വയസ്സ് വരെ എനിക്കതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാലിൽ ഈ കുറേ സ്ഥലത്തോടെ ഉണ്ട്. അതിൻ്റെ പാടൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരു ഇത്ര വലിപ്പത്തിലുള്ള പാടുകളുണ്ട്. അതിങ്ങനെ ഇതും കൊണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ, എന്നിൻ്റെ കാലിൽ പുഴു കയറി കടിക്കുന്നത് ഈ ചൊറിക്കകത്തൂടെയാണ്. ആ ചൊറിക്കകത്തൂടെ കടിച്ചിട്ട് അതങ്ങ് ചീർത്ത് ഇവരങ്ങോട്ട് ഇറങ്ങി പോകും. പിന്നെ ഈ പുഴു കടിച്ചോടെ എനിക്ക് പിന്നെയും അത് അധികമായിട്ട് പഴുത്ത് പിന്നെയും വരും. കൊടിത്തണ്ടൊക്കെ ഇട്ട് ഉരച്ച്, കൊടിത്തണ്ടില്ലേ, കൊടി അറിയാമല്ലോ നമ്മുടെ കുരുമുളകിൻ്റെ, അതിൻ്റെ തണ്ട് ചതച്ച് എന്നിട്ട് അതിട്ടിട്ട് ഉരച്ചാണ് എൻ്റെ ഈ ചോറ് തേച്ച് കഴുകുന്നത്. വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയൊക്കെ തേച്ച് കഴുകി തരുന്നത്. അപ്പോഴത്തേനും ഇത് തേച്ച് കഴുകി എടുക്കുമ്പോഴത്തേനും കുറേ ചോര പോകും. അങ്ങനെ ചോര പോയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ചോരയില്ല, ബ്ലഡ് കുറവാണ് എനിക്ക്. അങ്ങനെയാണ് എൻ്റെ സ്കൂൾ, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ മീറ്റർ നടന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു വരണമെങ്കിലത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അതും 7 വയസ്സുള്ളൊരു കുട്ടി, 5 വയസ്സിൽ പോകേണ്ട കുട്ടി 7 വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ ഞങ്ങളുടെ പറമ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു തോട് മാത്രമല്ല ഉള്ളത്. ഈ തോടിന് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വേറെ ആളുകളുടെ ഉണ്ട്. പിന്നെ കയറി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരാളുടെയാണ്, ഞാൻ പറയുന്നത് ഈ കുട്ടായിയുടെ, അവരുടെ പറമ്പാണ്, ചിറ്റിടിച്ചാലിൽ നിന്നാണ് അവരുടെ വീട്ടിൽ കേട്ടോ. ഇത് താണ്ടിയാണ് നമ്മൾ മുകളിലെത്തുന്നത്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ കാണ്ടാവനംകാരുടെ മുതൽ തോട്, കുറേ പറമ്പുകളല്ലേ, സ്ഥലം ഇങ്ങനെ കിടക്കും, ഓരോരുത്തരുടെ സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലം കിടക്കും. അപ്പോൾ വീടുകളൊന്നുമില്ല അവിടെ, കുറച്ച് സ്ഥലത്തെ വീടുകളുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഓരോ വീടുകളേ ഉള്ളൂ. നമുക്കിപ്പോൾ വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കൂട്ടത്തിൽ ആളുണ്ടെങ്കിൽ അറിയുമെന്നല്ലാതെ ഒന്നും അറിയത്തില്ല. കാടുണ്ട്, കുറച്ച് കൃഷി സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. ഈ മലയുടെ ഒരു നടുക്കൂടെയുള്ള റോഡ്, മൺ റോഡ്.
നിറയെ കല്ലും കൂട്ടമായിട്ടുള്ള മൺറോഡുണ്ടെന്ന് മാത്രം. ഇതിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തോടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഞങ്ങൾക്ക് 6 7 തോടുണ്ട്, ചെറിയ തോടുകളും പിന്നെ കുറച്ച് വീതിയുള്ള തോടുകളുമായിട്ട് പിന്നെ ഒരു 7 തോടെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ ഇത് 1ാം ക്ലാസ്സിൽ പോകുന്ന കഥയാണ്, ബാക്കിയുള്ള കഥ പിന്നെ പറയാം കേട്ടോ. മഴക്കാലമല്ലേ, മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ഈ തോടുകൾ കവിഞ്ഞൊഴുകൂലേ, അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ കൈ പിടിച്ച് ഞങ്ങളെ ഇപ്പുറത്ത് കൊണ്ടുവരും. പിന്നെ അവർ കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് പേടിയൊന്നും തോന്നത്തില്ല. എന്തോ നമ്മളിങ്ങനെ ഇതിനോട് പടപൊരുതിയല്ലേ ജീവിക്കുന്നത്, ഈ സാഹചര്യത്തോട് പടപൊരുതി ജീവിക്കുന്നവരായതുകൊണ്ട് ഭയമൊന്നുമില്ല. നമ്മൾ തന്നെ കയറി പോകും, തന്നെ തിരിച്ചു വരും. ഇപ്പം അവരുടെ ആ ചേച്ചിമാരുടെ ആ ചേച്ചിയുടെ വീട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഞാൻ തന്നെ താഴോട്ട് ഇറങ്ങി വരുന്നു. മഴയാണെങ്കിൽ വരുന്ന സമയം അറിയാമല്ലോ, അല്ല ഫോണൊന്നും ഇല്ലല്ലോ ആരെങ്കിലും വിളിച്ച് പറയാൻ. വരുന്ന സമയം അറിയാവുന്നതുകൊണ്ട് മഴയാണെങ്കിൽ ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കും, എൻ്റെ ചാച്ചനോ അമ്മയോ ആരെങ്കിലും വന്ന് നിൽക്കും, എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയാണ് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്കൂൾ തുറന്നപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. ഞങ്ങൾ പോയ സാഹചര്യവും 1ാം ക്ലാസ്സിൽ പോയ ആ വഴികളും എല്ലാം, 1ാം ക്ലാസ്സിൽ നിന്നല്ല പിന്നെ 10ാം ക്ലാസ് വരെ ആ വഴി തന്നെയാണ്. പിന്നീട് 1ാം ക്ലാസ്സിൽ ഞാൻ അവിടെ പഠിച്ചു. അതിനുശേഷം എന്നെ ഈ ബുദ്ധിമുട്ട്, ഈ തോട്ടപ്പുഴുവിൻ്റെ ഉണ്ടല്ലോ, ഈ പുഴുവിൻ്റെ ശല്യവും പിന്നെ ഇങ്ങനെ പോകാനും വരെ കൊണ്ടുവരാനൊന്നും ആളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ പിന്നെ പാലായിൽ കൊണ്ടുപോയി ചേർത്ത്. പാലായിൽ എൻ്റെ ചാച്ചൻ്റെ പെങ്ങള് മഠത്തിൽ നിൽക്കുന്നുണ്ട്, കന്യാസ്ത്രീയായിട്ടല്ല, വെറുതെ ഇങ്ങനെ നിന്ന് അവിടെ സേവനം ചെയ്ത് അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ചാച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പം എൻ്റെ ചാച്ചൻ്റെ ഒരു പെങ്ങള്, ഏറ്റവും 2ാമത്തെ പെങ്ങൾ, പ്രായമുണ്ട്, നല്ല പ്രായമുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാച്ചിയുടെ കെയർ ഓഫിൽ ഒരു മഠത്തിൽ എന്നെ നിർത്തി. അവിടെ ഒരു അമ്മച്ചിയുടെ എൻ്റെ അമ്മയുടെ ഒരു ബന്ധു അവിടെ സിസ്റ്ററായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ മഠത്തിൽ എന്നെ അവിടെ നിർത്തി, അവിടെ പഠിക്കുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവിടെ പഠിക്കാനൊന്നും. പിന്നെ എന്താ ചെറുതല്ലേ, നമ്മളെ കൊണ്ട് ആക്കുമ്പോൾ അവിടെ അങ്ങ് നിന്നു. അവിടുത്തെ ഈ സിസ്റ്റർമാരുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ട് എൻ്റെ കുഞ്ഞു മനസ്സ് വളരെയധികം വേദനിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ അവിടെ 2 വർഷം അവിടെ നിന്നു. 2ലും 3ലും അവിടെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജോസ്ഗിരിയിൽ സ്കൂൾ വന്നു. ഞാൻ പോയി 1 വർഷം കഴിഞ്ഞാണ് സ്കൂൾ വരുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ജോസ്ഗിരിയിൽ സ്കൂൾ വന്നപ്പം ഞങ്ങൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നടന്നു പോകാൻ. അങ്ങനെ എന്നെ 3ാം ക്ലാസ്സിൽ ഇരുന്ന് എന്നെ 3ാം ക്ലാസ്സിൽ അവിടെ തോപ്പിച്ചിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് 3ൽ എന്നെ ഇരുത്തി. അങ്ങനെയാണ് ഞാൻ ജോസ്ഗിരി സ്കൂളിലേക്ക് വരുന്നത്. പിന്നെ 2 വർഷം അവിടെ പഠിച്ചു കേട്ടോ. ഞങ്ങളുടെ 50ാം വാർഷികമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഞങ്ങൾ ജോസ്ഗിരി ഞങ്ങളുടെ LP സ്കൂളിൻ്റെ തുടക്കത്തിലുള്ള ആദ്യ ബാച്ച് കുട്ടികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകാനായിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാലം ഓർത്താൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂൾ ബസ് വീടിൻ്റെ മുമ്പിൽ വരും. കുറച്ച് കുട്ടികൾ മാത്രമേ നടന്നു പോകുന്നവരുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദൂരമെങ്കിലും നടക്കുന്നവരുള്ളൂ. ബാക്കി കുട്ടികൾക്ക് സ്കൂൾ ബസ് അല്ലെ ജീപ്പോ ഓട്ടോയോ എന്തെങ്കിലും വീടിൻ്റെ മുമ്പിൽ വരും. ആ വരുന്ന വണ്ടിയെ പോലും അവർ കയറി പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് മാതാപിതാക്കളാണ് അവരുടെ സ്കൂൾ ബാഗ് എടുത്തിട്ട് ഈ വണ്ടിയിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് പോലും നടക്കാനില്ല എങ്കിൽ പോലും വീട്ടിൽ നിന്ന് ആ ബാഗ് എടുത്ത് മക്കളെ പിന്നെ ബസ്സിൻ്റെ അടുത്തോട്ട് വരെ പോകാനായിട്ട് മാതാപിതാക്കൾ സമ്മതിക്കാറില്ല. അതും ഈ മാതാപിതാക്കൾ ആരെങ്കിലും അല്ലെ മുതിർന്ന ആരെങ്കിലുമാണ് ഈ ബാഗും എടുത്ത് അവരുടെ കൂടെ ബസ്സെ കയറ്റി വിടുന്നത്. ഭയങ്കര ദോഷമാണ് കേട്ടത്. ദോഷം എന്ന് വെച്ചാൽ ആ സ്വന്തം സ്കൂൾ ബാഗ് പോലും കുട്ടികളെ കൊണ്ട് ചുമപ്പിക്കാതെ നമ്മളിങ്ങനെ ബ്രോയിലർ കോഴി പോലെ മക്കളെ വളർത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇനി വയ്യാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ നമ്മുടെ മക്കൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്ററുകൾ പോയി നടന്നിട്ട് ആ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ഉള്ള മക്കൾക്ക് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ ഒരു പ്രതിരോധ ശേഷി ഇല്ലാതെ മക്കൾ വളർന്നു വരുവാണല്ലോ. അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും അവരെ അനുവദിക്കുന്നില്ല മാതാപിതാക്കൾ. ആ ബാഗ് എടുത്തിട്ട് അവർ സ്വന്തം വണ്ടിയെ കയറി അവരുടെ കൂടെ വേണേ പോകുക, ആ വണ്ടിയെ കയറി പൊക്കോളൂല്ലേ. അതിന് അത്രയും ദൂരമെങ്കിലും അവരുടെ ബാഗ് എടുക്കാനെങ്കിൽ അവർ പഠിക്കുന്ന ബാഗ് പുസ്തകങ്ങൾ അടങ്ങിയ ബാഗ് എടുക്കാനെങ്കിലും അവരെ നമ്മൾ പഠിപ്പിക്കണം. അത് നിങ്ങൾ ചെയ്തു കൊടുക്കരുത്, ദയവ് ചെയ്ത് ഇപ്പോഴത്തെ അമ്മമാരോട് പറയുക. അതിനിപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുമക്കളായാലും ഞാൻ അതാണ് അവരോട് പറയുക കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഇനിയുണ്ട്, കഥകൾ കുറേ പറയാനുണ്ട്. പക്ഷേ ഇന്ന് സ്കൂളിലോട്ട് പോയ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നു. എൻ്റെ ആ സ്കൂൾ കാലമെല്ലാം ഞാനിങ്ങനെ ഓർത്തു, പോയ വഴികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തപ്പം ഞാനത് നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഏതെങ്കിലുമൊക്കെ പിള്ളേരും കൂടെ കാണുവാണെങ്കിൽ കാണട്ടെ, കേൾക്കട്ടെ. അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഞാനൊരു പക്ഷേ ഇതെൻ്റെ കഥ ഇങ്ങനെ തുടർന്ന് പറയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. എനിക്കൊരു ഒരു ഇഷ്ടം വരുന്നുണ്ട്, ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോയ കാര്യങ്ങളും ഞങ്ങളുടെ ചെറുപ്പകാലമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇത് ആളുകൾ എങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.